നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു DIY ഫേസ് വാഷ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആവാനും ഡിസ്കളറേഷനും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ മുഖക്കുരു വന്ന കലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് സ്കിന്നൊന്ന് ക്ലിയർ ആവാനും സ്കിന്നിൻ്റെ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് പൗഡറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണണം, കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വായിക്കേണ്ട, നമുക്ക് ഈ ഒരു ഫേസ് വാഷ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോകാം. നമ്മളിതൊരു 2 ആഴ്ചക്കൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ 3 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് എടുക്കുന്നത്. അതിനുശേഷം ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ നിറച്ചു എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ആൽപ്സ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അതും ഞാൻ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതും 1 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ചേർന്ന് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ സെയിൽ ബൈ 1 get 1 സെയിൽ നടക്കുന്നുണ്ട് April 7th. അപ്പോൾ ഞാൻ ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മളൊരു 2 വീക്സിനൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം എടുത്ത് വെക്കാൻ. ഈർപ്പം തട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ഇത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഫേസ് പാക്കും DIY ഫേസ് പാക്കും ഫേസ് വാഷും ഒക്കെ ട്രൈ ചെയ്യുന്നതെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യരുത്. ആദ്യം കടലപ്പൊടിയും ലിക്വറൈസും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിനുശേഷം ഓറഞ്ച് പീൽ ട്രൈ ചെയ്യുക. അങ്ങനെ മെല്ലെ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഏത് പൗഡറാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. ചിലപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പൗഡർ അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ അത്, എന്നിട്ട് അത് റിമൂവ് ചെയ്യേണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ആദ്യമേ യൂസ് ചെയ്യേണ്ട. ഇനി എന്താ പറയുക, നിങ്ങളിതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത് പ്രശ്നമില്ല. അപ്പോൾ ഇതിലിനി എന്താ ചേർക്കേണ്ടതെന്ന്, അപ്പോൾ ഇതിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാല് ചേർക്കാം. പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തേനോ ഫേഷ്യൽ ഓയിലോ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ എന്താ നിങ്ങൾ ഫേസിൽ തേക്കാറുള്ളത്, ഒലീവ് ഓയിലോ, അതിൻ്റെ ഒക്കെ ഒരു ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പം ഇത് സ്കിന്നിനെ പിന്നെയും ഡ്രൈ ആക്കും. പിന്നെ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഓയിലി സ്കിന്നുകാരും നോർമൽ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് പാലാണ്, തിളപ്പിക്കാത്ത പാലാണ്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ സ്കിന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. എനിക്കത് മതി. ഇത് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ എത്തും കേട്ടോ. നമ്മളിങ്ങനെ വാരി തേക്കുന്നില്ലല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് വേണ്ടത് മിക്സ് ചെയ്യാം. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പാല് കുറച്ച് ആഡ് ചെയ്യാം, കുറച്ചായിട്ട് ആഡ് ചെയ്യാം. തീരെ വെള്ളം പോലെ ആവണ്ട, ഒക്കെ മറിഞ്ഞ്. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് പാൽ, ഇത് ചിലപ്പം 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും പാല്. അപ്പോൾ ഞാനിതിൽ ഇത് നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഫേസ് വാഷ് അപ്ലൈ ചെയ്യില്ല, അതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാം. അല്ലെങ്കിൽ ഫേസ് പാക്ക് പോലെ 10 മിനിറ്റൊക്കെ വച്ചിട്ട് കഴുകിക്കളയാം. ഏതാണോ ഈസി അതുപോലെ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഈസി എന്നല്ല, ഏതാണോ കംഫർട്ടബിൾ. അപ്പോൾ നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് നല്ല ക്ലീനൊക്കെ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഫേസ് വാഷ് പോലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. ഫേസ് പാക്ക് ആണെങ്കിൽ ആദ്യം ഒരു ഫേസ് വാഷ് ക്ലെൻസറൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം.
നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം ഫേസ് പാക്ക് പോലെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് പാക്ക് ആണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2-3 തവണ യൂസ് ചെയ്യുക. ഫേസ് വാഷ് ആകുമ്പോൾ നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് വാഷ് ആണെങ്കിൽ കേട്ടോ. ഇത് നല്ല അടിപൊളി സംഭവങ്ങളാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ആക്നി സ്കാർസ് ഉണ്ടെങ്കിൽ അത് മാറാൻ നമ്മൾ അരിപ്പൊടി ചേർത്തില്ല, അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു തരികളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, ടാന് മാറാൻ നല്ലതാണ്. പിന്നെന്താണ്, ഇതൊക്കെ നല്ലതാണ് സ്കിന്ന് ബ്രൈറ്റ് ആവാൻ. ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിന്നിനെ ഒരു ഷെയ്ഡൊക്കെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓറഞ്ച് പീൽ പൗഡർ ഉണ്ട്, ലിക്വറൈസ് ഉണ്ട്, ഇരട്ടി മധുരം ഉണ്ട്, ബേസിനാണെങ്കിലും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യും. സ്കിന്ന് ക്ലിയർ ആവാൻ, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറിയിട്ട് ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ കുറേ ആയി DIY ഫേസ് പാക്കൊക്കെ DIY ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്തിട്ട് പലരും ഇങ്ങനെ പറയാറുണ്ട് സ്കിൻ കെയർ വീഡിയോ ഇടൂന്ന്. അപ്പോൾ നമ്മളെ എന്താ പറയുക, പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ ഇത് കാണുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഒരു സെമി ഡ്രൈ ആവുന്നവരെ, കൂടുതൽ ഡ്രൈ ആവാൻ വെക്കണ്ട, അത് സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പോൾ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2 to 3 മിനിറ്റ്സ് വെച്ചിട്ട് അപ്പം തന്നെ കഴുകിക്കളയുക. ഫേസ് പാക്ക് ആണെങ്കിൽ ഒരു 10 മിനിറ്റ്, അങ്ങനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യുമ്പം സ്കിന്നെ ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് നമ്മൾ വേഗം അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയുന്നത്. ഫേസ് പാക്ക് ആകുമ്പോൾ 10 മിനിറ്റ് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കട്ടെ. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കഴുകി ഒന്ന് പാഡ് ഡ്രൈ ചെയ്യാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഗ്ലോയിങ് ഒക്കെ ഉണ്ട്. എൻ്റെ സ്കിന്ന് ഡ്രൈ ആയിട്ടില്ല. ഞാൻ പാല് ചേർത്തുകൊണ്ട് തന്നെ സ്കിന്ന് ഡ്രൈ ആയിട്ടില്ല. ഈ പാക്ക് കൊണ്ട് സ്കിന്ന് ഡ്രൈ ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ലോങ് ടേം യൂസ് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു റെഗുലർ ബേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷന് കുറവുണ്ടാവും. എന്തെങ്കിലും ആക്നി സ്കാർസ് ഉണ്ടെങ്കിൽ അത് കുറയും. പിന്നെ അതുപോലെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് കുറയും. അങ്ങനത്തെ ബ്ലെമിഷസ്, അതിനൊക്കെ നല്ലൊരു പാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നിനെ ഒരു ഷെയ്ഡൊക്കെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് എന്താണ്, പലരും പറയുന്ന പോലെ വെളുക്കും, നമ്മൾ എന്താ പറയുക, നമ്മുടെ കളറെ അങ്ങ് മാറിപ്പോവും, അങ്ങനത്തെ ഒന്നുമല്ല, ആദ്യമേ പറയാം. പക്ഷേ സ്കിന്നിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പാക്കാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എൻ്റെ ഫേസിൽ ഞാനിപ്പം മോർണിംഗ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. സോ നല്ല ടാൻ ഉണ്ടായിരുന്നു. ടാന് കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഫേസ് വാഷ് എന്നും പറയാം, ഫേസ് പാക്ക് എന്നും പറയാം. ഞാനിവിടെ ഫേസ് പാക്കായിട്ട് ട്രൈ ചെയ്തുകൊണ്ടാണ് ഇത്രയ്ക്ക് റിസൾട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പ്രൊഡക്റ്റുകളുടെ ലിങ്ക്സ് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.